നമസ്കാരം. ട്രിവാൻഡ്രം ടെക്നോപാർക്കിലെ ഒരു കിടിലൻ IT കരിയറാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിനർ നിങ്ങൾക്കുള്ളതാണ്. IT ലോകത്തെ പുതിയ അവസരങ്ങളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി സംസാരിക്കുന്ന നമ്മുടെ ഈ സെഷനിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോപാർക്കിലെ മികച്ചൊരു തൊഴിലവസരത്തെക്കുറിച്ചാണ്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമല്ലേ? പുതിയ അവസരം: റൈസെന്റിൽ ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയർ. തിരുവനന്തപുരം ടെക്നോപാർക്ക് ഫേസ് 1ലെ തേജസ്വിനി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന റൈസെന്റ് എന്ന കമ്പനിയിലേക്കാണ് ഈ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. ഈ നമ്പറുകളൊന്ന് ശ്രദ്ധിച്ചേ. 0.5 മുതൽ 3 വരെ. അതായത് നിങ്ങൾക്ക് വെറും 6 മാസം മുതൽ 3 വർഷം വരെ മാത്രം പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ പോലും ധൈര്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ ഡെവോപ്സ് റോളുകളിൽ വലിയ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ ഫ്രഷേഴ്സിനോടടുത്തുള്ളവർക്കും കമ്പനി ഒരു വലിയ അവസരം നൽകുകയാണ്. വെറും തിയറി മാത്രമല്ല, ഒരു 6 മാസമെങ്കിലും പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ നോളജ് ഉള്ളവർക്കാണ് ഇവിടെ മുൻഗണന. ഇനി എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം: ശമ്പളം. പ്രതിവർഷം 4 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ഈ പോസ്റ്റിനായി അവർ ഓഫർ ചെയ്യുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പാക്കേജ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. എങ്ങനെയുണ്ട്? ഈ നമ്പറുകൾ കേട്ടപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് വന്നില്ലേ? നിങ്ങളുടെ ചുമതലകൾ, ഡേ ടു ഡേ ഇമ്പാക്റ്റ്. ഒരു ക്ലൗഡ് നേറ്റീവ് എൻവയോൺമെന്റിൽ നിങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുക, കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷനുകളെ മാനേജ് ചെയ്യുക എന്നതാണ് മെയിൻ ടാസ്ക്. ഇതിനിടയിൽ ഇൻഫ്രാസ്ട്രക്ചറിലോ നെറ്റ്വർക്കിംഗിലോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യണം. അതുപോലെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ടാസ്കുകൾ സ്ക്രിപ്റ്റുകൾ വഴി ഓട്ടോമേറ്റ് ചെയ്യണം. സിസ്റ്റം എപ്പോഴും ഡൗൺ ആകാതെ നോക്കുക എന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ റൂട്ട് കോസ് അനലൈസിസ് നടത്താനും ഡെവലപ്മെന്റ് ടീമുകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും നിങ്ങൾ എപ്പോഴും റെഡിയായിരിക്കണം. വേണ്ട പ്രധാന യോഗ്യതകൾ: ദ ടെക് സ്റ്റാക്ക് റിക്വയർമെന്റ്സ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അടിസ്ഥാനമായ ക്ലൗഡും കണ്ടെയ്നറൈസേഷനും തന്നെയാണ് മെയിൻ. AWSലെ ECS, ഫാർഗേറ്റ്, DynamoDB എന്നിവയും GCPയിലെ GKE, CloudSQL തുടങ്ങിയവയിലും അത്യാവശ്യം നല്ല അറിവുണ്ടായിരിക്കണം. ഡോക്കർ, കുബർനെറ്റീസ് ഡിപ്ലോയ്മെന്റുകൾ എന്നിവയും നിർബന്ധമാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഓട്ടോമേറ്റ് ചെയ്യാൻ ടെറാഫോം അല്ലെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ കൂടെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ വലിയൊരു മുൻതൂക്കം ലഭിക്കും. സിസ്റ്റം ഡൗൺ ആകാതെ നോക്കാൻ നല്ല മോണിറ്ററിംഗ് ടൂളുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. മെട്രിക്സ് മോണിറ്റർ ചെയ്യാൻ പ്രൊമീത്തിയസ്, ഗ്രഫാന പോലെയുള്ള ടൂളുകളും ലോഗുകൾ അനലൈസ് ചെയ്യാൻ ക്ലൗഡ് വാച്ച്, ലോക്കി അല്ലെങ്കിൽ സ്പ്ലങ്ക് എന്നിവയും അറിഞ്ഞിരിക്കണം. ഒപ്പം അലേർട്ട് മാനേജർ വർക്ക് ഫ്ലോകളും. സിസ്റ്റം ക്രാഷ് ആവുന്നതിന് മുൻപ് തന്നെ ലോഗുകൾ നോക്കി ഇഷ്യൂസ് കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. ഇതുകൂടാതെ ട്രാഫിക് മാനേജ് ചെയ്യാൻ ലോഡ് ബാലൻസറുകൾ, API ഗേറ്റ്വേകൾ, റിവേഴ്സ് പ്രോക്സികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് സിസ്റ്റം സെക്യൂർ ആക്കാൻ വളരെ പ്രധാനമാണ്. കോഡ് ഡിപ്ലോയ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ജെൻകിൻസ്, ഗിറ്റ്ഹബ് ആക്ഷൻസ് അല്ലെങ്കിൽ ആർഗോ CD പോലുള്ള CI/CD ടൂളുകളിലെ നൈപുണ്യം ഒരു ഡെവോപ്സ് എഞ്ചിനീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ ആർക്കിടെക്ചർ മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ശമ്പളവും മറ്റു വിവരങ്ങളും. ദ പാക്കേജ് ആൻഡ് സെറ്റപ്പ്. ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായി കണ്ടു. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരാം. ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം. റോൾ ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയർ, ലൊക്കേഷൻ ട്രിവാൻഡ്രം ടെക്നോപാർക്ക്, ശമ്പളം നമ്മൾ നേരത്തെ പറഞ്ഞ 4 മുതൽ 6 ലക്ഷം വരെ. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ വർക്ക് സെറ്റപ്പാണ്. ഇതൊരു കംപ്ലീറ്റ് വർക്ക് ഫ്രം ഓഫീസ് റോളാണ് കേട്ടോ. ടീമിനോടൊപ്പം നേരിട്ട് വർക്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആവും. വ്യാജ തൊഴിൽ തട്ടിപ്പുകൾ. സ്റ്റേ സേഫ്. നമ്മൾ അപേക്ഷിക്കുന്നതിന് മുൻപ് വളരെ സീരിയസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഒഫീഷ്യൽ അലേർട്ട് കൂടിയുണ്ട്. ഈയടുത്ത് ടെക്നോപാർക്ക് നേരിട്ട് നൽകിയ മുന്നറിയിപ്പാണിത്. ടെക്നോപാർക്കിലെ കമ്പനികളുടെ പേരിൽ ഇപ്പോൾ ചില ഫേക്ക് ജോബ് ഓഫറുകളും തട്ടിപ്പുകളും ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർത്തുക: ജോലി വാഗ്ദാനം ചെയ്ത ആരെങ്കിലും നിങ്ങളോട് പൈസ ചോദിച്ചാൽ ഒരു കാരണവശാലും കൊടുക്കരുത്. അതുപോലെ ഏത് കമ്പനിയെക്കുറിച്ചും technopark.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എങ്ങനെ അപേക്ഷിക്കാം? ടേക്ക് ആക്ഷൻ. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി അപേക്ഷിക്കാനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. ഈ ഡേറ്റ് നിങ്ങളുടെ കാലണ്ടറിൽ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ജൂലൈ 6, 2026. ഇതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡെഡ്ലൈൻ. സമയം ഇനിയും ഉണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കരുത് കേട്ടോ. എത്രയും പെട്ടെന്ന് റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ട ഇമെയിൽ ID careers@risent.ai എന്നാണ്. കമ്പനിയെക്കുറിച്ചും ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചും കൂടുതൽ അറിയാൻ www.risentretail.in എന്ന അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ അവസരത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഈ എക്സ്പ്ലെയിനർ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഡെഡ്ലൈൻ ജൂലൈ 6, 2026 ആണ്. ഈ ക്ലൗഡ് നേറ്റീവ് ഫ്യൂച്ചറിലേക്ക് കടക്കാൻ നിങ്ങളുടെ റെസ്യൂമെ ഇപ്പോൾ റെഡിയാണോ? അപ്പോൾ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം.